നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്, അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. എന്റെ മകന്റെ തൊണ്ടയിൽ കുടുങ്ങിയ മുള്ള് ഞാൻ തന്നെ എടുത്ത് കാണിച്ചു കൊടുക്കാം. എന്തായി പറയണേ? കളക്ടർ മാഡത്തിന് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ തന്നെ ആവശ്യമുണ്ടോ? വരിക, വരൂ. വരണം മാഡം. സിദ്ധാർത്ഥേ, ഇത് നമ്മുടെ കളക്ടർ മാഡമാ. എനിക്കറിയാം. മാഡത്തിന് നമ്മുടെ CCTV ഫുട്ടേജ് ഒന്ന് പരിശോധിക്കണം. ഏത് ദിവസത്തെയാ മാഡം? നവംബർ 9 ശനിയാഴ്ച. ഇപ്പൊ എടുക്കാം മാഡം. ഇങ്ങോട്ടിരിക്കണം മാഡം. ഇരുന്നോളൂ. ഇതാ നോക്കണം മാഡം. ഇതാണ് നവംബർ 9 CCTV വിഷ്വലുകൾ. ഇത് മുഴുവനായോ? മുഴുവനും ഉണ്ട് മാഡം. എന്തായി, കിട്ടിയോ? ഇല്ല. ഞാൻ പറഞ്ഞില്ലേ മാഡം, അന്നിവിടെ ഒരു വിവാഹം നടന്നിട്ടില്ല. വളരെ നന്ദി തിരുമേനി. എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നം? ഏയ്, ഇതൊരു പേഴ്സണൽ അന്വേഷണമായിരുന്നു. ഓ, അപ്പോ ഞാൻ വരട്ടെ. ശരി മാഡം. കുഞ്ഞിച്ചി, ഞാൻ സംശയിച്ചത് ശരിയായി ശ്യാമേ. വിഷ്ണുവേട്ടന്റെയും കാർത്തികയുടെയും കല്യാണം നടന്നിട്ടില്ല. ഉറപ്പാണോ? ഉറപ്പാ ശ്യാമേ. നവംബർ 9 ക്ഷേത്രത്തിലെ CCTV ഫുട്ടേജ് മുഴുവൻ ഞാൻ പരിശോധിച്ചു. വിഷ്ണുവേട്ടനും കാർത്തികയും പാലൂട് മഹാദേവ ക്ഷേത്രത്തിൽ വന്നിട്ടില്ല. പിന്നെ വിഷ്ണുവേട്ടൻ എന്തിനാ കുഞ്ഞിച്ചി കല്യാണം നടന്നു കള്ളം പറഞ്ഞേ? അറിയില്ല ശ്യാമേ. നടക്കാത്ത വിവാഹം നടന്നെന്ന് തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ അതിന് പിന്നിൽ നമ്മൾ അറിയാത്ത എന്തോ ഒന്നുണ്ട്. ഈ കാർത്തിക ശരിക്കും ആരാണ്? അവൾ എന്തിനിവിടെ വന്നു? അവളും മധുശ്രീയുമായിട്ടുള്ള ബന്ധമെന്ത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയാലേ നമുക്ക് ശരിക്കും ആ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ പറ്റൂ. കാർത്തിക ഒരു പെരുങ്കള്ളിയാ. ശ്യാമേ, വേറൊരു പ്രധാന കാര്യം. എന്താ? നമ്മൾ ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരത്തിലേക്ക് എത്തുന്നത് വരെ നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഒന്നും അറിഞ്ഞതായി പോലും ഭാവിക്കരുത്. കുഞ്ഞേച്ചി പറയാതെ ഞാൻ ഒന്നും ചെയ്യില്ല. ശരി, വെച്ചോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ പിന്നിൽ നിന്ന് കുത്തുന്നവരാ കൂടുതലുള്ളത്. വക്കീൽ എന്താണെന്ന് വെച്ചാ ഒരു പോംവഴി എന്ന് പറ. ഡിവോഴ്സ് അല്ലാതെ വേറെ പോംവഴി ഒന്നുമില്ല സത്യാമേ. ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്, അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് നോട്ടീസ് അയച്ചാ പോരെ? എടാ വിഷ്ണു, നിനക്ക് ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാലോ. എന്റെ അമ്മ എന്നെ അകത്താക്കാൻ നോക്കണോ? എന്റെ അമ്മ, ഞാൻ ഈ നിൽക്കുന്ന കാർത്തിക വിവാഹം കഴിച്ച കാര്യം ശാലിനിക്ക് അറിയാം. അതിന് പിന്നാലെ ഡിവോഴ്സ് നോട്ടീസ് അയക്കാന്ന് പറഞ്ഞ എന്റെ അമ്മയെ വക്കീല് പറഞ്ഞ അനുസരിച്ച് അത് വലിയ കുറ്റമാവില്ലേ? അത് മാത്രമല്ല, അയാളുടെ ഇപ്പോഴത്തെ പോസ്റ്റ് വെച്ചിട്ട് ഒരു ഫോൺ കോൾ മതി എന്നെ പിടിച്ച് ലോക്കപ്പിലാക്കാൻ.
അത് റിസ്കാ. അത് റിസ്ക്. ശരിയാ, അവൾ അതും അതിലപ്പുറവും ചെയ്യും. അമ്മ, നമുക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്കേ സാവകാശം ചെയ്യാം. അത് നല്ലത്. എടാ, നീ കല്യാണം കഴിച്ച ഒരു പെണ്ണിനെയും കൊണ്ടുവന്നു. ഇനി സാവകാശ ആലോചന ഒന്നും ഇല്ല വിഷ്ണു. വക്കീലേ, ആദ്യം ഡിവോഴ്സ്, അത് കഴിഞ്ഞാൽ മറ്റെന്തോ ആലോചിക്കാൻ പറ്റൂ. അതെനിക്ക് വിട്ടേക്ക്. വക്കീല് പേപ്പേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ട്. ഇത് മ്യൂച്വൽ ഡിവോഴ്സിനുള്ള പെറ്റീഷനാണ്. പരസ്പര സമ്മതത്തോടെ വിവാഹ ബന്ധം ഒഴിയുന്നു. പക്ഷേ അപ്പോഴും രണ്ടുപേരുടെ ഒപ്പ് വേണ്ടിവരും. വിഷ്ണുവിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം പെൺകുട്ടിക്ക് അറിയാവുന്ന സ്ഥിതിക്ക് അതെനിക്ക് വിട്ടേക്കാൻ പറഞ്ഞില്ലേ? ഉപദേശത്തിന് നന്ദി. എന്നാ ശരി, ഞാൻ ഇറങ്ങുവാ. പിള്ളേ. ശരി സാർ. അവളിപ്പം വലിയ കളക്ടറായി, സത്യഭാമയേക്കാൾ ഉയരത്തിൽ. അതുകൊണ്ട് മറ്റാരെയും വിവാഹം കഴിക്കാൻ എന്റെ മോനെ അവള് അനുവദിക്കില്ല. അതിന് തുനിഞ്ഞ ജയിൽ. ശരി, എന്റെ മകന്റെ തൊണ്ടയിൽ കുടുങ്ങിയ മുള്ള് ഞാൻ തന്നെ എടുത്ത് കാണിച്ചു കൊടുക്കാം. അപ്പം മനസ്സിലാകും ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് എന്താണെന്ന്. മനസ്സിലായോ? കഷ്ടം. ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. എന്റെ മകന്റെ തൊണ്ടയിൽ കുടുങ്ങിയ മുള്ള് ഞാൻ തന്നെ എടുത്ത് കാണിച്ചു കൊടുക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.